ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരണപ്പെട്ട ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹമാണ് സംസ്കാര ചടങ്ങുകൾക്കായി മാറ്റിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചു. ബന്ധുക്കളൊക്കെ തന്നെ ജന്മനാട്ടിൽ നിന്നും എത്തിയ ബന്ധുക്കൾ മുഹമ്മദ് ഇബ്രാഹിമിനെ അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. വിലപിച്ചുകൊണ്ടാണ് അവർ കാണുന്നത്. അവരെ സംബന്ധിച്ചോളം അന്ത്രോത്ത് എന്ന തുരുത്തിൽ നിന്ന് എത്തിയ വ്യക്തിയാണ്. അന്ത്രോത്ത് വളരെ സാധാരണക്കാരനായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. മത്സ്യത്തൊഴിലാളിയുടെ മകനായിരുന്നു. ഇത്തിരി ഡൗൺ ചെയ്ത് വെച്ചാൽ ലക്ഷദ്വീപ് അന്ത്രോത്ത് ദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഖബറടക്ക ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ്. ബന്ധുക്കൾ എത്തി അലമുറയിട്ട് കരയുന്നു. ഉമ്മയും പാപ്പയും കരയുകയാണ്. ഉമ്മ മുംതാസ്, ഉപ്പ പാപ്പ നസീർ എന്നിവരാണ്. നസീർ മത്സ്യത്തൊഴിലാളിയാണ്. സാധാരണ കുടുംബത്തിൽ വളർന്ന വ്യക്തിയാണ്. മുഹമ്മദ് ഇബ്രാഹിം 4ാം ക്ലാസ്സുകാരനായ അനുജനാണ്, മാത്രമാണ് ഉള്ളത്. അഷ്മാഖ് എന്നാണ് ആ സഹോദരൻ്റെ പേര്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഏറെ സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്നും എത്തിയ വ്യക്തിയാണ് ഇപ്പോൾ വിട പറയുന്ന മുഹമ്മദ് ഇബ്രാഹിം എന്ന 19 വയസ്സുകാരൻ. +1 +2 മലപ്പുറത്താണ് പഠിച്ചത്. അങ്ങനെ കേരളത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ. അന്ത്രോത്ത് ദ്വീപുകാരെ സംബന്ധിച്ചോളം അവരുടെ നാടിനൊരു ഡോക്ടർ ഉണ്ടാകും, ഡോക്ടറായി മാറണം, അവരെ സേവിക്കണം, അച്ഛനെയും ഉമ്മയും പാപ്പയും ഉമ്മയൊക്കെ തന്നെ സഹായിക്കണം. ഉമ്മ അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാരിയാണ്. സാധാരണമായ കുടുംബമാണ്. അങ്ങനെ പഠിക്കാനൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും കേരളത്തിലേക്ക് ചുവടുവെച്ച് കേരളത്തിൽ 10ാം ക്ലാസ്സും +1 +2 പാസ്സായ ശേഷം ഇവിടുത്തെ എൻട്രൻസ് പരീക്ഷയിൽ 98% മാർക്ക് നേടിയാണ് വിജയിച്ച് എൻട്രൻസ് പാസ്സായി സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. സ്വപ്നത്തിൻ്റെ ചിറകിലേറി വന്നു. തിരികെ വീണ്ടും കടൽ കടന്ന് നാട്ടിലേക്ക് എത്തി നാട്ടുകാരെ സേവിക്കണം, അങ്ങനെ നല്ല മികച്ച ഡോക്ടറായി മാറണം എന്നൊക്കെയായിരുന്നു സ്വപ്നം. ആ സ്വപ്നമൊക്കെ മാഞ്ഞു പോവുകയാണ്. അങ്ങനെ സ്വപ്നം മാഞ്ഞു പോയവരുടെ ഇടയിൽ നിന്ന് 5 പേരാണ്. ആ 5 പേരുടെയും കുടുംബങ്ങൾ അലമുറയിട്ട് കരയുകയാണ്. അവർക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല. പാതി വഴിയിൽ ഫുൾ സ്റ്റോപ്പിട്ട് അവരുടെ ജീവിതം അവസാനിക്കുമ്പോൾ കോട്ടയത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദേവനന്ദൻ്റെ വീടാണ്. ദേവനന്ദൻ്റെ മുത്തച്ഛൻ്റെ വീട്. മുത്തച്ഛനാണ് ഇപ്പോൾ അവിടെ. അച്ഛൻ്റെ വീടാണ്. അച്ഛൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇപ്പോൾ ഖബറടക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം ഖബറടക്കുകയാണ് സെൻട്രൽ ജുമാ മസ്ജിദ് എറണാകുളത്ത്.
നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയില്ല. നാട്ടിൽ ഉമ്മയും വാപ്പയും ബന്ധുക്കൾ